ഇത് തേക്കടിയിലുള്ള എലിഫൻറ്റ് സഫാരി. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ ഒരു കുട്ടി എലിഫൻറ്റ് വന്നിട്ടുണ്ടേ. ഇതെൻ്റെ കുട്ടി എലിഫൻറ്റ്. ഇതെല്ലാട്ടോ നമുക്ക് കാണേണ്ടത്. കാണാനുള്ളത് അകത്തുണ്ടേ. എലിഫൻറ്റിന് പാഷൻ ഫ്രൂട്ട് കൊടുക്കുക കേട്ടോ കുട്ടികൾ. അവിടുത്തെ ഒരു വീട്ടിൽ നിറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ച് പൊട്ടിച്ചതാണ്. അത് സൂപ്പറായിട്ട് നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണ്. അസലായിട്ട് ഇത് കഴിക്കണം. നോക്കിയേ, അടിപൊളിയല്ലേ. ആദ്യമായിട്ടാട്ടോ കുട്ടികളൊക്കെ എലിഫൻറ്റിനെ തൊടുന്നത്. പേടിയായിരുന്നു എല്ലാവർക്കും. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നല്ല ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ ട്രെയിൻ കഴിഞ്ഞ എലിഫൻറ്റ്സ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഒരു കുഴപ്പമില്ല. പാപ്പാന്മാർ നമ്മുടെ കൂടെ ഫ്രണ്ട്ലിയാണ്, ഒരു പ്രശ്നമില്ല. അതെ, ഞങ്ങളുടെ കൂടെ 2 ഫാമിലി വേറെയും കൂടി ഉണ്ടായിരുന്നു. അവരായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ആനപ്പുറത്ത് കയറി റൈഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേക്കടി വന്നു കഴിഞ്ഞാൽ ഇത് മറക്കാതെ വരണം, സ്കിപ്പ് ചെയ്യരുതേ. എലിഫൻറ്റ്സ് റൈഡ് സൂപ്പറാണേ. ഇതെൻ്റെ ഫാമിലിയാണ്. ഒരാളില്ല കേട്ടോ, ഒരാൾ നേരത്തെ താനിൽ കയറിപ്പോയി. എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറിയില്ല കേട്ടോ. ഒരാനയുടെ മേലെ വേറൊരു ആന കയറുന്നത് ശരിയായ ഒരു നടപടിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കയറിയില്ല. പേടി എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് പേടിച്ചിട്ടൊന്നുമില്ല. പാപ്പാനൊരു ധൈര്യം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ പാപ്പാന്. അതുകൊണ്ട് മാത്രം കേട്ടോ അത് കയറാഞ്ഞത്. റൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 20-25 മിനിറ്റ്സ് റൈഡാണേ. അത് കഴിഞ്ഞിട്ട് വരണടാ. പിന്നെ എലിഫൻറ്റ് ഫോട്ടോക്ക് പോസ് ചെയ്യിപ്പിക്കണൊരു പോസ് ഉണ്ട്, കാണിച്ചു തരാവേ. ഞാൻ പറഞ്ഞ് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ പോസ് ചെയ്യണ കാലൊക്കെ വെച്ചിട്ട്. ഇതാണ് ഫോട്ടോ പോസ്. അത് എല്ലാ എലിഫൻറ്റ്സും അങ്ങനെ തന്നെയാണ്. അവിടെ ഫോട്ടോക്ക് പോസ് ചെയ്യാനെന്ന് പറയുമ്പോൾ തന്നെ കാല് പുറകിൽ വെച്ചിട്ട് തുമ്പിക്കൈ പൊക്കി കാണിക്കും. അടിപൊളിയായിരുന്നേ. പിള്ളേരൊക്കെ നന്നായിട്ട് ഹാപ്പി ആയിരുന്നു എലിഫൻറ്റ് റൈഡ്. ആനയോടുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല പറയണം. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. ഒരു ഇച്ചിരി പേടി മാറി. നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ദൂരെ നിന്നല്ലേ കാണണം. ഇതിപ്പോൾ തൊട്ടടുത്ത്. കുട്ടികൾ കയറിയ ആനയുടെ കണ്ണിൽ കൂടി കുറച്ച് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പാപ്പാൻ ഞാൻ ചോദിച്ചു കണ്ണിൽ എന്താ വെള്ളം എന്ന്. അപ്പോൾ പാപ്പാൻ പറഞ്ഞു ഇതേപോലെ ചൂടായിട്ടാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഇരിക്കാനുള്ള സീറ്റ്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കഴിച്ചു, ബെൽറ്റൊക്കെ കഴിച്ചു. അതിനെ ഫ്രീ ആക്കിയിട്ട് ഒന്നുമില്ല. ആ ഒരു ബാത്തബ് പോലെ, എലിഫൻറ്റ് ബാത്തബ് പോലെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ തന്നെ പൈപ്പ് തുറന്ന് അവൻ തന്നെ കുളിച്ചോളും. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെക്കാളും പറഞ്ഞ അനുസരണമുള്ളത് ആനക്കാന്ന് തോന്നുന്നു. ഇവിടെ വാന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോവുള്ളൂ. അസലായിട്ടിരുന്ന് കുളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എലിഫൻറ്റ് റൈഡിനേക്കാളും കൂടുതൽ പിള്ളേരെ എൻജോയ് ചെയ്ത് ഇതാണ്. പാപ്പാൻ പറയും എറിയാനെന്ന് പറയുമ്പോൾ കുട്ടികളുടെ മേത്തേക്കാണ് അവൻ എറിഞ്ഞുകൊണ്ടിരിക്കണത്. അവൻ കുട്ടികൾ കൂടെ ഭയങ്കര കളിയായിരുന്നു. മക്കളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് കുറേ നേരം അവൻ്റെ പുറകിൽ തന്നെയായിരുന്നു കുട്ടികൾ. കുറേ നേരം വെള്ളത്തിൽ കുട്ടികൾ ആനയുടെ കൂടെ കളിച്ചു. അടുത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ, തൊട്ടടുത്തൊക്കെ പോകാം. പക്ഷേ എനിക്കൊരു പേടിച്ചിട്ടാണ് ഞാൻ വിടാഞ്ഞ. തേക്കടി പോണ ആരും മിസ് ചെയ്യരുത്. താങ്ക് യു.